ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ ഞാനൊരു സദ്യയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയൊരു പിറന്നാൾ സദ്യ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. രാവിലെ എണീച്ചിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറിന് അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു ഇഞ്ചിപ്പുളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വറക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ജീരകം, ഉഴുന്ന്, ഉലുവ, പരിപ്പ്, അതുപോലെ പച്ചരി, ഉണക്കമുളക്, അതൊക്കെ ആട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. വളരെ കുറച്ചാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ ഇനി നല്ലപോലെ ഒന്നിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് ഒന്ന് ചെറുതായി വതക്കി ആ ഒരു കളർ ചേഞ്ച് ആവുന്ന വരെ ഒന്ന് ചെറിയൊരു ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി എടുക്കുക. എന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതെനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പം ഞാൻ അമ്മയെ കൊണ്ട് ഇതുപോലെ ഇഞ്ചിപ്പുളി കഴിക്കാൻ ആഗ്രഹമായപ്പോൾ അമ്മയെ കൊണ്ട് വിളിച്ച് ചോദിച്ചിട്ട് പഠിച്ചൊരു സാധനമാണ്. എനിക്ക് ഈ ഒരു ഇഞ്ചിപ്പുളി നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാടത്തെ ഇഞ്ചിപ്പുളിയാണ് ഇത്. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇഞ്ചിയൊക്കെ എടുത്ത് തോല് കളഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ രാത്രി തന്നെ തോല് കളഞ്ഞ് വെച്ചതാണ് കേട്ടോ. കാരണം രാവിലെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇഞ്ചിയൊക്കെ തോല് കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി, ചെറുതായി അരിഞ്ഞൊരു ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. പിന്നെ ഞാൻ കുറച്ച് പുളി എടുക്കുന്നുണ്ട്. ഒന്ന് പുളിയും കൂടെ പിഴിഞ്ഞ് വയ്ക്കാൻ പറഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ അത് ഉണ്ടാക്കിയത് രാവിലെ ആട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇഞ്ചി മാത്രമാണ് ഇന്നലെ തോല് ചെത്തി അരിഞ്ഞു വെച്ചത്. ചെറുതായി അരിഞ്ഞു വെച്ചു. എന്നിട്ട് ഞാൻ പുളി ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ പിഴിഞ്ഞ് വെക്കണ്ടേ. കുറച്ച് കൂടുതൽ പുളി എടുക്കണം കേട്ടോ ഇഞ്ചിപ്പുളി വയ്ക്കാൻ. അപ്പോൾ ഞാൻ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഒരു മാസം വരെ നിൽക്കുന്ന പോലെയൊക്കെ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാറ് കുറേ ദിവസം യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഉണ്ടാക്കുക. അല്ലാതെ കുറച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ കടുകൊക്കെ വറുത്തിട്ട് ഞാൻ ഇഞ്ചി ഇട്ടിട്ട് ഒരു 2 പച്ചമുളക് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. വെളിച്ചെണ്ണയിലാണ് വതക്കുന്നത്. നല്ലപോലെ വതക്കി എടുക്കുക. എന്നിട്ട് നല്ല പോലെ കളറൊക്കെ ചേഞ്ചായി വരുന്ന സമയത്താണ് കേട്ടോ ഇതിനകത്ത് പൊടിയൊക്കെ ഇടേണ്ടത്. അപ്പോൾ ഞാൻ നല്ലപോലെ വതക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സാധനമൊക്കെ നല്ലപോലെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഇഞ്ചിയൊക്കെ നല്ലപോലെ റോസ്റ്റായി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടി ഇത്ര മാത്രം കേട്ടോ പൊടികളായിട്ട് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിനുശേഷം ഈ പൊടിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പം പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പുളിവെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോഴാട്ടോ ഞാൻ ഉപ്പും അതുപോലെ ശർക്കര അതുപോലെ പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന അതിന് ശേഷം കേട്ടോ. അതൊക്കെ കുറേ നേരം കഴിഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ നല്ലപോലെ തിളച്ച് ഈ പുളിവെള്ളം നല്ലപോലെ തിളച്ചൊന്ന് വറ്റി വരണം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതിനകത്ത് ഉപ്പും അതുപോലെ കായപ്പൊടിയൊക്കെ കുറച്ചുകൂടെ കായപ്പൊടിയും അതുപോലെ ശർക്കര കേട്ടോ. ശർക്കര ഇവിടെ തണുപ്പായത് കാരണം നല്ലപോലെ മെൽട്ടായിട്ട് പോയിട്ടുണ്ട്. നമ്മൾ വലിയ സദ്യയൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ചെറിയൊരു സദ്യയാണ്. 2-3 പേർക്ക് വേണ്ടിയിട്ട്, 2-3 പേരും ഇല്ല, 2 ആൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞൊരു സദ്യ ആയിട്ട് ഉണ്ടാക്കുന്നത്. കാരണം മോന് ഇതൊന്നും താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞാനൊരു പേരിന് വേണ്ടിയിട്ടൊരു സദ്യ ഉണ്ടാക്കുക കേട്ടോ. ഇന്ന് ഏട്ടൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ച് ചെറിയൊരു സദ്യ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. കാരണം നമ്മൾ കുറേ വർഷം കൊണ്ട് അങ്ങനെ സദ്യയൊന്നും കഴിക്കില്ല കേട്ടോ. സദ്യ നമ്മൾ കഴിച്ചത് ഞങ്ങളുടെ കല്യാണത്തിനാട്ടോ. ഞങ്ങൾ അവസാനമായിട്ട് കല്യാണ സദ്യ കഴിച്ചത് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട്ടത്തെ സദ്യ. നമ്മൾ നാട്ടിലേക്ക് ഇങ്ങനെ ഇടയ്ക്ക് പോകുമ്പോഴൊന്നും നമുക്കിങ്ങനെ കല്യാണമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ കല്യാണ സദ്യയൊക്കെ കഴിച്ചിട്ട് കുറേ ആയിട്ടോ. 5-6 വർഷം കൊണ്ട് ഞങ്ങൾ കല്യാണ സദ്യയൊന്നും കഴിക്കാറേ ഇല്ല. പിന്നെ മോനുണ്ടായപ്പം പിന്നെ ആ ഒരു 3-4 വയസ്സ് വരെ നമുക്ക് അവനെ ഇട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കാരണം നമ്മൾ അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യില്ലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ വലിയ സദ്യയൊന്നും ഒരുക്കില്ലായിരുന്നു. പക്ഷേ എല്ലാ കറികളും ഇപ്പം ഞാൻ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കാറൊന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ ആയാലും ഓണവും വിഷുവൊന്നും എല്ലാ വർഷവും ഞങ്ങൾ ആഘോഷിക്കാറില്ല. അപ്പോൾ നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ വെച്ച് കഴിക്കും. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ. കാരണം നമുക്ക് എല്ലാം കിട്ടും, എല്ലാം അവൈലബിൾ ആയിട്ടുള്ള കാലഘട്ടമാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. പണ്ടൊക്കെയല്ലേ ബുദ്ധിമുട്ട്. പണ്ടൊക്കെ നമുക്ക് എന്ന് വെച്ചാൽ സീസണിൽ കിട്ടുന്ന ആ ഒരു പച്ചക്കറികളും ഫ്രൂട്ട്സും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടുള്ള സാധനമായിരിക്കും ആ ഒരു മാസം ആ ഒരു പീരീഡ് മൊത്തം ഉണ്ടാക്കി കഴിക്കുന്ന അങ്ങനത്തേക്ക് ഒരു ഫുഡായിരിക്കുമല്ലോ. ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പം തോന്നുമ്പോൾ പോവുക, കടയിൽ പോയാൽ എന്ത് വേണമെങ്കിലും കിട്ടും. വീട്ടിൽ എന്ന് വെച്ചാൽ സാധനങ്ങൾ വീട്ടിലേക്ക് മേടിച്ചിട്ട് വന്നാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം പണ്ടത്തെ പോലെയൊന്നും ബുദ്ധിമുട്ടില്ല. ഏത് നേരത്തെ വേണമെങ്കിലും വെട്ടവും വെളിച്ചവും ഉണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പാതിരാത്രി വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഇപ്പം പണ്ടത്തെ അതുപോലെയൊന്നും അല്ല. പണ്ടൊക്കെയല്ലേ ബുദ്ധിമുട്ട്. എന്തെങ്കിലും പച്ചക്കറി മേടിച്ചുണ്ടാക്കി വെക്കണമെങ്കിൽ പോലും കയ്യിൽ പൈസ വേണം. അങ്ങനെ പല ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പൈസ വരുന്ന സമയത്തായാലും വാങ്ങിച്ച് കഴിക്കാം. അന്ന് പൈസ വന്നാലും സാധനം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. അപ്പോൾ പണ്ടത്തെ കാലത്തുള്ളവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചത്. നമുക്കിപ്പോൾ അത്രയ്ക്ക് അഡ്ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കിട്ടുമല്ലോ.
വർത്താനം പറഞ്ഞ് അത്യാവശ്യം എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞോട്ടു. ഞാൻ സാമ്പാർ വെച്ചു, അതുപോലെ ഒരു ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള മുറിച്ച് വയ്ക്കും, ചായ വയ്ക്കും, രാവിലേക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കലും ചോറ് വയ്ക്കലും അതുപോലെ നമ്മുടെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞു. പിന്നെ അവസാനം ഇതാ ക്ലീനിങ് ചെയ്യുക കേട്ടോ. ക്ലീനിങ് എന്ന് പറയുമ്പം ഇഞ്ചിപ്പുളി വെച്ച് കഴിഞ്ഞപ്പോൾ മൊത്തം എല്ലാവിടേക്കും തെറിച്ചങ്ങോട്ട് പോയി, എല്ലാവിടെയും ചുറ്റുവട്ടത്ത് ഇഞ്ചിപ്പുളിയായി. ഞാൻ ചെറിയ ചീൻചട്ടിയിലാട്ടോ ഇഞ്ചിപ്പുളി വെച്ചത്. അപ്പോൾ അതാ അടുത്തത് ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഉപ്പേരി വെക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് പപ്പടവും കൂടെ വറുത്തെടുക്കുക പറഞ്ഞിട്ട് ഇതാ പപ്പടവും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ പാത്രത്തിൽ തന്നെയാണ് ഉപ്പേരിയും വെച്ചത്. അപ്പോൾ ദാ അന്ന് ഏട്ടന് ചെറിയൊരു പിറന്നാൾ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു പായസം കൂടെ വയ്ക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏട്ടന് അടപ്പായസം കേട്ടോ ഇഷ്ടം. എനിക്ക് പണ്ടൊക്കെ ഇതുപോലെ എല്ലാം വിഷു ഓണം ഇതൊക്കെ ആഘോഷിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. ഇപ്പം ഏട്ടൻ്റെ കൂടെ കൂടി എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാതായി. എപ്പോഴാണോ സമയം എന്താണോ കയ്യിലുള്ളത് അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനൊക്കെ തുടങ്ങി കേട്ടോ ഞാനും. അതായത് നമുക്കിങ്ങനെ പുറത്തോട്ടൊക്കെ വരുമ്പം നമുക്കിങ്ങനെ എനിക്ക് അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ. നമുക്ക് നാട്ടിലത്തെ എല്ലാം ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ തന്നെ പോയിരിക്കണം. ആ ഒരു അവസ്ഥയാണ്. കാരണം പുറത്ത് നമുക്ക് എല്ലാത്തിനും എപ്പോഴും സാഹചര്യം ഉണ്ടാവണമെന്നില്ല, ഒഴിവുണ്ടാവണമെന്നില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോഴ്സ് ചെയ്യാറുമില്ല കേട്ടോ. നമുക്ക് അത് ആഘോഷിക്കണം ഇത് ആഘോഷിക്കണമെന്ന്. പണ്ടൊക്കെ ഞാൻ ഫോഴ്സ് ചെയ്യുമായിരുന്നു എനിക്കെല്ലാം ആഘോഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങളിതാ കഴിഞ്ഞ ഡിസംബറിൽ നാട്ടിൽ പോയപ്പം ഇതുപോലെ ഒരു ഉരുളി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹത്തിന് മേടിച്ചതാണ്. സത്യം പറഞ്ഞാൽ രണ്ടാൾക്ക് ജീവിക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഒരാഗ്രഹത്തിന് ഞാൻ മേടിച്ചതാണ്. അപ്പോഴേക്കും ഇതാ നമ്മുടെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ, വെള്ളം വേണ്ടി. അപ്പോൾ ഇത് വരുന്ന സമയത്ത് പെട്ടെന്ന് ക്യാനും കൊണ്ടുപോയി പുറത്ത് വെച്ച് വെള്ളം മേടിച്ചില്ലേ പിന്നെ നമുക്ക് ആ ഒരാഴ്ചയ്ക്ക് വെള്ളം കിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ പെട്ടെന്ന് വെള്ളമൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മോൻ പശുവിൻ്റെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. അവൻ എന്തോ പണി ഒപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നിയിട്ട് ഞാൻ കുറേ നേരം അവൻ്റെ അടുത്ത് തന്നെ നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്താണേ. കാരണം അവനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പണി ഒപ്പിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം കുറച്ച് ദിവസം മുന്നേ കേട്ടോ അവനൊരു പട്ടീൻ്റെ കടി കിട്ടിയത്. ചെറിയ പട്ടിക്കുട്ടിയായിരുന്നു. അവൻ കളിച്ച് അതിൻ്റെ അടുത്ത് നിന്ന് ഒരു കടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇഞ്ചക്ഷൻ എന്താ ഇപ്പോൾ പതുക്കെ കഴിഞ്ഞേ ഉള്ളൂ. ഒരു 6 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ ഞാൻ പുറത്തിങ്ങനെ നിന്നപ്പോഴാട്ടോ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ പുറത്തൊന്നും വരാത്ത കാരണം ഞാൻ ഇന്ന് രാവിലത്തെ ഇത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് രാവിലെ തന്നെ ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കുന്നത് നല്ല ഇഷ്ടമായിരുന്നേ. ഞാൻ നോക്കി നിൽക്കുമ്പോഴാട്ടോ അവൻ വീണ്ടും ആ പശുവിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കുത്ത് മേടിക്കേണ്ട താമസം ഞാൻ തൊട്ടടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു വലിയ ആപത്ത് ഒഴിവായി കിട്ടിയില്ല. ഇപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് എടുത്തിട്ട് ഓടേണ്ടി വന്നെന്നെ. അപ്പോൾ അവനും അത്രയേ ഉള്ളൂ, ആ പശു അത്രയേ ഉള്ളൂ കേട്ടോ. പശുവും ചെറിയ പശുവാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ പണിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇനി പായസം കൂടെ ഒന്ന് റെഡിയാക്കിയ കാര്യം കഴിഞ്ഞു. പിന്നെ നമ്മുടെ തൊട്ട് വീട്ടിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് തക്കാളിയും അതുപോലെ കറിവേപ്പില കേട്ടോ. നല്ല ഫ്രഷ് തക്കാളിയും കറിവേപ്പിലയാണ്, വീട്ടിലുണ്ടാക്കിയതാണ്. പിന്നെ അതിൻ്റെ ഒപ്പം ഞാനൊരു 2 വാഴയിലയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. എന്തായാലും സദ്യയൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പോൾ ഇലയിൽ തന്നെ വിളമ്പാന്ന് പറഞ്ഞിട്ടായിരുന്നേ. പിന്നെ പായസത്തിന് വേണ്ടി പാൽ ഒഴിച്ച് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലപോലെ ഇനി വറ്റിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ 2 ലിറ്ററിൻ്റെ പാലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് 1 ലിറ്റർ ആവുന്ന വരെ നല്ലപോലെ വറ്റിച്ചെടുത്തിട്ട് വേണം അടയിട്ട് കൊടുക്കാൻ. പിന്നെ ഞാൻ അടയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര ഉള്ളത് കാരണം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഉപ്പേരി എല്ലാം റെഡി ആയപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കാണിക്കുവാണേ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന്. സാമ്പാർ ഉണ്ടാക്കി, അതുപോലെ ഉപ്പേരി, അവരയ്ക്ക, ഇതിനെന്താ പറയാന്നറിയില്ല, അവരയ്ക്ക തോരയ്ക്ക എന്തോ ആണ്. എനിക്ക് ഒരു പേര് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആട്ടോ, അതോ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു. ചോറ് ഞാൻ പിന്നെ ഒരു 2 തിള മാത്രമേ തിളപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നേക്കുള്ള സദ്യക്ക് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ പായസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പായസമൊക്കെ റെഡിയായപ്പോൾ ഏട്ടന് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഏട്ടന് വേണ്ട ഫ്രണ്ട്സും ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കഴിച്ചോട്ടെ പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കുവാണേ. ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ അവർക്ക് എന്തായാലും ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കുവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ BSF ക്യാമ്പസ്, അതായത് ഹോസ്പിറ്റലിൻ്റെ ഏരിയ ആണ് ഇത്. അപ്പോൾ ഞാൻ ചെറുതായ വീഡിയോസൊക്കെ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടാട്ടോ. എന്ന് വെച്ചാൽ ഈ ഒരു ചുറ്റുഭാഗം എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ, നല്ലൊരു വീഡിയോ എടുത്തിട്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.